നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു അസാധ്യമായ അല്ലെങ്കിൽ അസാമാന്യമായ ഒരു കഴിവുണ്ട്. അദ്ദേഹം ആരെയെങ്കിലും ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചാൽ, അദ്ദേഹം ആരെയെങ്കിലും ശത്രുവായി കണ്ടാൽ, അവർക്കെതിരെ നീക്കം തുടങ്ങിയാൽ, അവരെ വിമർശിക്കാൻ തുടങ്ങിയാൽ, അവർക്കെതിരെ പോലീസ് കേസെടുക്കാൻ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ആൾ വലുതാവുകയും ഒരു ഹീറോയിക് ഇമേജിലേക്ക് കടന്നു വരികയും ചെയ്യും. അത് സമർത്ഥിക്കാൻ വളരെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം മതി. അധികം ദൂരമൊന്നും പോകണ്ട, ഒത്തിരി കാലം പുറകോട്ടും പോകണ്ട. ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ മാത്രമെടുത്താൽ മതി. മുഖ്യമന്ത്രി ആരെയാണോ ശത്രുപക്ഷത്തേക്ക് കണ്ടത്, അവർ വളരെ പെട്ടെന്ന് കേരളത്തിൽ വലിയ ആരാധകരുള്ള, വലിയ പിന്തുണയുള്ള ആളുകളായി വളർന്നു വരുന്നത് കാണാം. അതിലേറ്റവും ആദ്യം പറയേണ്ടത് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ്റെ പേരാണ്. മാത്യു കുഴൽനാടനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത് പിണറായി വിജയൻ രംഗത്ത് വന്നതോടുകൂടി, അദ്ദേഹത്തിനെതിരെ കേസെടുത്തതോടുകൂടി, അദ്ദേഹത്തിനെതിരെ പോലീസ് അറ്റാക്ക് ഉണ്ടായതോടുകൂടി മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമാണ് ഇടയിലാണ് അറിയപ്പെട്ടത്, അല്ലെങ്കിൽ മൂവാറ്റുപുഴ MLA എന്ന പേരിൽ മാത്രമാണ് അറിയപ്പെട്ടത് എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലേക്ക് മാത്യു കുഴൽനാടൻ വളരുകയായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കാനെത്തുന്ന ആ ഇടത്തേക്കൊക്കെ ആളുകൾ ഒഴുകിയെത്തുന്നു. സ്ത്രീകളും കുട്ടികളുമൊക്കെ ഒരുപാട് ആരാധകരുള്ള ആളായി അദ്ദേഹം മാറുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ഹീറോയിക് ഇമേജിലേക്ക് മാത്യു കുഴൽനാടൻ വളർന്നു. അതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ശത്രുപക്ഷത്തേക്ക് നിർത്തിയതുകൊണ്ട് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഒരു താരമെന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായിരുന്നു. സൂപ്പർ സ്റ്റാർ ഇമേജൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ അത്രമാത്രമൊന്നും പ്രചാരം നേടിയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹം തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച നിമിഷം മുതൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോട് ഒടുങ്ങാത്ത പകയുണ്ടായി. അദ്ദേഹം ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തി. പിന്നീട് ബാങ്ക് വിവാദവുമൊക്കെയായി അദ്ദേഹം നടത്തിയ പദയാത്ര, തൃശ്ശൂരിലേക്ക് നടത്തിയ പദയാത്രയോടുകൂടി സുരേഷ് ഗോപി അവിടെ നിന്നാൽ അത് CPMന് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങുകയും അദ്ദേഹത്തെ ശത്രുപക്ഷത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ കേസും പുക്കാറുമൊക്കെ ഉണ്ടായത്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വന്നത്. അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് തൃശ്ശൂർ കോഴിക്കോട് പടുകുറ്റം റാലി നടത്തുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് കുട്ടികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലുമൊക്കെ ഒരു അമാനുഷിക കഥാപാത്രമായി വളരുകയും ചെയ്തു. ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അവിടെ തൃശ്ശൂർ സുരേഷ് ഗോപി MP ആയിക്കഴിഞ്ഞു. MP എന്ന മേലുല്ലാസം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. അത്രമാത്രം ഒരു താരപരിവേഷത്തിലേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുവരാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞു. അദ്ദേഹം ശത്രുപക്ഷത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഈസി വാക്ക് ഓവർ എന്നൊക്കെ പറയാൻ പാകത്തിന് ഉള്ള ഒരു ഹീറോയിക് ഇമേജ് തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. മൂന്നാമത് ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ ഒരു പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ 4ാം പ്രതിസ്ഥാനത്ത് കേസ് ചാർജ് ചെയ്യുകയാണുണ്ടായത്. 1ഉം 2ഉം 3ഉം ആളുകൾ MLAമാരായതുകൊണ്ടാവാം 4ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തത്. മാത്രവുമല്ല, കുറച്ച് നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ പ്രസംഗങ്ങളും ചർച്ചകളിലൊക്കെ ഡിബേറ്റുകളിലുമൊക്കെ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് നിന്നാലൊരു തലവേദനയാകും എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ജയിലിലേക്ക് അയക്കുകയുമായിരുന്നു. 18 ദിവസം റിമാൻഡിൽ. എന്തായാലും ഈ 2 ദിവസത്തെ പ്രവർത്തനങ്ങളോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ എവിടെ നിന്നാലും നിഷ്പ്രയാസം വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് പിണറായി വിജയനാണ് എന്ന് പറയാം. കേരളത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും, അത് പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലായാൽ പോലും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാൽ ചിലപ്പോൾ വിജയിച്ച് കയറാൻ കഴിയും. അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിണറായി വിജയൻ ശത്രുപക്ഷത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ്. എത്ര പെട്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക്, സ്ത്രീകളുടെ ഇടയിലേക്ക്, കുട്ടികളുടെ ഇടയിലേക്കൊക്കെ ഒരു ഹീറോ ഇമേജോടുകൂടി കടന്നു വന്നത് ഒറ്റ ദിവസം കൊണ്ടാണ്. എന്തായാലും ഇനിയും ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്കൊന്ന് നീങ്ങി അദ്ദേഹത്തെ കൊണ്ട് ശത്രുവാണ് എന്നൊന്ന് പറയിച്ചാൽ മതി,
അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. തീർച്ചയായിട്ടും ശത്രുപക്ഷത്തെത്തിയാൽ അവർ പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു അസാമാന്യ കഴിവുള്ള വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി.